ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇവിടെ സ്ഥിരം ഒന്ന് രണ്ട് ആൾക്കാരില്ലല്ലോ. ഹാറൂൻ അവിടെ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇത്രയും കാര്യങ്ങളാണല്ലേ. ഞാൻ പറഞ്ഞ സർഫ് ഈ 5 കാര്യങ്ങളാണ് സർഫിലുള്ളൂ. അൽ അബ്നിയ, ഇസ്മിൻ്റെയും ഫേലിൻ്റെയും രൂപങ്ങൾ നമ്മൾ പറഞ്ഞു, എത്ര ബിനാകളുണ്ട് എന്നുള്ളത് പറഞ്ഞു. മീസാൻ, എന്താണ് മീസാൻ എന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഒരു വാക്ക് കിട്ടിയാൽ അതിൻ്റെ മീസാൻ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തസ്രീഫുൽ അഫ്ആൽ, ഫെയിലുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. അതുപോലെ അത് കഴിഞ്ഞിട്ട് തസ്രീഫുൽ അസ്മാ, ഇസ്മുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. പിന്നെ അൽ അഹ്കാമുൽ മുഷ്തറക്ക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടിനും, ഇസ്മിനും ഫെയിലിനും ബാധകമായിട്ടുള്ള നിയമങ്ങൾ. ഇത്രയാണ് സർഫ്. അതിൽ ഈ 2 കാര്യങ്ങൾ കഴിഞ്ഞ് മൂന്നാമത്തെ തസ്രീഫുൽ അഫ്ആൽ എന്ന് പറയുന്നത് 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു അല്ലേ. എന്തൊക്കെയാണ്? ഒന്ന് മാദി അല്ലേ. മാദി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അൽ മാദി അല്ലെങ്കിൽ മാദിൻ. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും. മാദി, മുദാരി, അമ്ര, ഇത് 3 എണ്ണമായിട്ട്, ഈ മാദി, മുദാരി, അമ്ര എന്ന 3 എണ്ണമായിട്ട് ഫെയിലിനെ വേർതിരിക്കാൻ പറ്റും. അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് ഈ 3ൻ്റെ അർത്ഥം, എങ്ങനെയാണ് മാദിയെ മുദാരിയാക്കുക, മുദാരിനെ അമ്രാക്കുക, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇനി രണ്ടാമത്തത്, ഇവിടെ 5 കാര്യങ്ങളുണ്ട് പഠിക്കാൻ. അതിൽ രണ്ടാമത്തേത് എന്താണ്? സഹീഹുൻ മുഅത്തൽ. നമ്മൾ പറഞ്ഞു മാദിയായ ഫെയിലുണ്ട്, മുദാരിയായ ഫെയിലുണ്ട്, അമ്രായിട്ടുള്ള ഫെയിലുണ്ട് അല്ലേ. അതിൽ നമ്മൾ പഠിച്ച 19 വസ്നുകൾ, ഫെയിലിൻ്റെ 19 വസ്ന ഉണ്ടായിരുന്നു. അതൊക്കെ മാദിയാകുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും? ഫഅല എന്നുള്ളത് ആ 19-ൽ ഒന്നാണ്. അതുപോലെ ഫഇലുണ്ട്, ഫഉലുണ്ട്, അഫ്അലുണ്ട്, ഫഅലുണ്ട്, ഫാഅലുണ്ട്. അതൊക്കെ മാദിയായിരിക്കുമ്പോൾ ആ പ്രവൃത്തി ചെയ്ത ആളുടെ എണ്ണത്തിനും ലിംഗത്തിനും ഒക്കെ അനുസരിച്ച് വരുന്ന വ്യത്യാസങ്ങൾ, വ്യത്യസ്ത രൂപങ്ങൾ, അതിൻ്റെ ടേബിൾ നമ്മൾ പഠിച്ചു 19 എണ്ണത്തിൻ്റെ. അതുപോലെ മാദി എങ്ങനെ മുദാരി ആക്കാമെന്ന് പഠിച്ചു. മുദാരിനെ അമ്രാക്കൽ എങ്ങനെയാണെന്ന് പഠിച്ചു. ഇതൊക്കെ അറിയാത്തവർ കഴിഞ്ഞ ക്ലാസ് ഒന്ന് കേട്ട് നോക്കുക. സംശയമുള്ള ഉണ്ടെങ്കിൽ ചോദിക്കുക ഇൻഷാ അല്ലാഹ്. ഇനി രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് ഈ തസ്രീഫുൽ അഫ്ആൽ രണ്ടാമത്തെ വിഷയം സ്വഹീഹ് മുഅത്തൽ. ഫെയിലുകൾ നമുക്ക് സ്വഹീഹ് മുഅത്തൽ എന്ന് പറഞ്ഞിട്ട് 2ആയി വേർതിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. സ്വഹീഹ് മുഅത്തൽ എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം? അറബിയിൽ 3 അക്ഷരങ്ങളുണ്ട്. ഈ 3 അക്ഷരങ്ങളെ പറയുന്ന പേരാണ് ഹർഫു ഇല്ല അല്ലെങ്കിൽ ഹുറൂഫുൽ ഇല്ല. ഹർഫു ഇല്ല എന്ന് പറഞ്ഞാൽ ഏതാണ്? അലിഫ്, വാവ്, യാ. ഈ 3 ഹർഫുകൾ ഏതെങ്കിലും ഒരു ഹർഫ് വന്നാൽ ആ ഫിഅലിനെ ഫിഅലുൻ മുഅത്തൽ എന്ന് പറയും. മുഅത്തലായ ഫിഅൽ. ഇസ്മാണെങ്കിലും മുഅത്തലായ ഇസ്മ എന്ന് പറയും. ഈ 3 അക്ഷരങ്ങൾ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ. ഉദാഹരണത്തിന് അലിഫ് വരുന്നൊരു ഉദാഹരണം. ഇപ്പോൾ നാറുൻ, ഇതിൽ അലിഫില്ലേ, നൂന് കഴിഞ്ഞിട്ട് അലിഫല്ലേ. അപ്പോൾ ഇത് മുഅത്തലായ ഒരു വാക്കാണ്. അതുപോലെ വാവ് വരുന്നൊരു വാക്ക് നൂറുൻ, അത് വാവ് വന്നു, ഇത് മുഅത്തലാണ്. യാ വരുന്നൊരു വാക്ക് നീലുൻ, നൈൽ നദിക്ക് നീൽ എന്നാണ് അവർ പറയാം. ഇനി ഇത് ഇപ്പോൾ ഇവിടെയൊക്കെ നൂന് കഴിഞ്ഞിട്ട് വാവിൻ്റെ ഹറക്കത്ത് എന്താണ്? സുക്കൂനാണല്ലേ. ഇവിടെ യാന് സുക്കൂനാണ്. സുക്കൂൻ തന്നെ ആവണമെന്നൊന്നുമില്ല. ഈ 3 അക്ഷരങ്ങൾ എങ്ങനെ വന്നാലും ഹർഫു ഇല്ലത്താണ്. ഉദാഹരണത്തിന് സുക്കൂനില്ലാത്ത ഉദാഹരണങ്ങൾ പറയാം. വേറെ കുറച്ച് ഉദാഹരണങ്ങൾ സുക്കൂനില്ലാത്തത് പറയാം. വാവിൻ്റെ ഒരു ഉദാഹരണം ഹവറുൻ. ഇവിടെ വാവിൻ ഫത്ഹല്ലേ. എന്താണ് ഹവറുൻ എന്ന് പറഞ്ഞാൽ? ഹവർ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഒരു സിഫത്താണ്. എന്താണത്? ഷിദ്ദത്തു
സവാദിൽ ഐനി മാഷിദ്ദത്തി ബയാദിഹ, കണ്ണിൻ്റെ കറുപ്പ് നല്ല കടുപ്പുണ്ടാവുക, അതോടൊപ്പം വെള്ള ഭാഗത്തിന് നല്ല വെളുപ്പുണ്ടാവുക, അതിനാണ് ഹവർ എന്ന് പറയാം. അതിൽ നിന്നാണ് ഹൂർ ലൈൻ ഉണ്ടായത്. ഹൂർ ലൈൻ എന്താണ് ശരിക്ക്? അൽ ഹൗറാഉ എന്ന് പറഞ്ഞാൽ ഈ ഹവറുള്ള പെണ്ണ് എന്നർത്ഥം. അത് കണ്ണിൻ്റെ ഈ സ്വഭാവത്തിനാണ് ഹവർ എന്ന് പറയാം. അതുള്ള സ്ത്രീ എന്നാണ് ഹൗറ. അതിൻ്റെ ജമ്മാണ് ഹൂർ, അതാണ് ഹൂറുൻ. അപ്പോൾ ഹവറുൻ എന്നുള്ള വാക്കിൽ വാവിന് ഫത്ഹല്ലേ, പക്ഷേ ഇത് ഇല്ലത്തിൻ്റെ അക്ഷരം തന്നെ. അതുപോലെ യാ എൻ്റെ ഒരു ഉദാഹരണം യുസ്റുൻ, ഇവിടെ യാ ലമ്മാണ്. അതുപോലെ അലിഫിനോ, അലിഫിന് ഫത്ഹല്ലാതെ വേറൊന്നും വരില്ല. അലിഫിന് ഇപ്പോൾ നമ്മൾ നാറുൻ എന്ന് പറഞ്ഞു, ഇവിടെ സുക്കൂനല്ലേ അലിഫിന്? അലിഫിന് എപ്പോഴും സുക്കൂനാണ്. അലിഫിന് സുക്കൂനല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താ? അലിഫ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മലയാളത്തിലെ ആ എന്ന് പറയുന്ന സാധനമല്ലേ. ഇപ്പം നമ്മൾ സ എന്ന് പറഞ്ഞിട്ട് സ എന്ന് പറയുന്നില്ലേ, ഇതിനാണ് എന്ത് പറയുന്നത്? അലിഫ് എന്ന് പറയുന്നത് അറബിയിൽ. ഈ സംഭവം ഇത് അലിഫല്ല, ഇത് ഹംസയാണ്. ഈ നീട്ടാനുള്ള ഹർഫിനാണ് അലിഫ് എന്ന് പറയുന്നത്. ശരി, ഇനി അപ്പോൾ ഈ 3 അക്ഷരങ്ങൾ എന്താണ്? ഇതിൻ്റെ പേരെന്താണ്? ഹർഫു ഇല്ല. എന്തുകൊണ്ടാണ് ഇതിനെ ഹർഫ് ഇല്ല എന്ന് വിളിക്കുന്നതെന്ന് അറിയോ? നമ്മളിനി പഠിക്കും സർഫിൽ അഹ്കാമുൽ മുഷ്തറക്ക എന്ന് പറഞ്ഞിട്ട് അവസാന ഭാഗത്ത് പഠിക്കും ഹദ്ഫ്, അതുപോലെ തന്നെ നക്കൽ, ഇതൊക്കെ പഠിക്കും. എന്താണ് ഹദ്ഫ് നക്കൽ എന്നൊക്കെ പറഞ്ഞാൽ? ഒരക്ഷരത്തെ മാറ്റിയിട്ട് വേറെ അക്ഷരാക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ ഉദാഹരണങ്ങൾ തുടക്കത്തിൽ പറഞ്ഞില്ല, എന്താ കാല, കാലിൻ്റെ അസൽ എന്തായിരുന്നു? കവലയായിരുന്നു. ആ വാവ് എന്തായി മാറി? അലിഫായി മാറി. അതിനാണ് നക്കൽ, നക്കലല്ല ഇബ്ദാൽ. ഇബ്ദാൽ ഒരു ഹർഫിനെ മറ്റൊരു ഹർഫാക്കി മാറ്റുക. നക്കൽ എന്ന് പറഞ്ഞാൽ ഹറക്കത്തിനെ സുക്കൂനാക്കി മാറ്റുക. ഹറക്കത്തുണ്ടായിരുന്നു പക്ഷേ അത് സുക്കൂനായി മാറും. ഹദ്ഫ് എന്ന് പറഞ്ഞാൽ ചില അക്ഷരങ്ങൾ ഒഴിവാക്കും. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നക്കലും ഹദ്ഫും ഇബ്ദാലും ഒക്കെ നടക്കുക എല്ലാത്തിൻ്റെ അക്ഷരങ്ങളിലാണ്. അപ്പോൾ വാവ് അലിഫായി മാറിയില്ലേ? വാവ് അലിഫും ഇതിൽപ്പെട്ടല്ലേ 3 അക്ഷരങ്ങൾ. അപ്പോൾ ഈ മാറുന്ന സംഗതി നടക്കുക ഈ അക്ഷരങ്ങളിലാണ്. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിച്ചത്? ഹുറൂഫു അല്ല ഇല്ല എന്ന് പറഞ്ഞത്. ഇത് മാത്രമല്ല മാറുക, ചില അക്ഷരങ്ങൾ വേറെയുണ്ട് മാറുന്നത്, പക്ഷെ പ്രധാനമായിട്ടും ഈ അക്ഷരങ്ങളാണ്. ഇനി വേറൊന്ന്, ഇത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പം നമുക്ക് അപ്ലിക്കേഷൻ ഒന്നുമില്ല ഈ പറയാൻ പോകുന്ന കാര്യത്തിന്, പക്ഷേ നമുക്ക് ഭാവിയിൽ സർഫിൽ ആവശ്യം വരും. പിന്നെ തജ്വീദ് പഠിക്കുന്നവർക്ക് തജ്വീദിൽ ആവശ്യം വരും. എന്താണത്? ഈ അലിഫും വാവും യാവും ഉണ്ടല്ലോ, ഇതിന് മുമ്പ് ഒരു ഫത്ഹുള്ള അക്ഷരമാണെന്ന് വിചാരിക്കുക. ഫത്ഹുള്ളൊരു അക്ഷരം, ഉദാഹരണത്തിന് ഇപ്പം സൗബുൻ, സൗബുൻ. അതുപോലെ ബൈത്തുൻ, ബൈത്തുൻ. അതുപോലെ വേറൊന്ന് മാലുൻ. ഈ 3 വാക്ക് ശ്രദ്ധിച്ചു. അതിൽ ഈ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾക്ക് എന്താ ഹർക്കത്ത്? ഇതിൽ 3ലും സുക്കൂന്. അലിഫിൻ്റെ കാര്യത്തിൽ എന്താ ഹർക്കത്ത് നോക്കേണ്ട ആവശ്യമില്ല, അലിഫ് സുക്കൂനേ ഉള്ളൂ. യാനും വാവിനും സുക്കൂന് അല്ലേ? അതിൻ്റെ മുമ്പത്തെ അക്ഷരത്തിന് എന്താ ഹർക്കത്ത്? ഫത്ഹ്. അപ്പോൾ ഇല്ലത്തിൻ്റെ അക്ഷരം ഒരു വാക്കിൽ വരികയും അതിന് സുക്കൂൻ ഉണ്ടാവുകയും അതിൻ്റെ മുമ്പത്തെ അക്ഷരത്തിന്, ഇല്ലത്തിൻ്റെ അക്ഷരത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ് ആവുകയും ചെയ്താൽ ഇതിന് പറയുന്ന പേരാണ് ഹർഫുലീൻ. ഹർഫു ലീൻ. എന്താണ് ഹർഫു ലീൻ എന്ന് പറയാൻ കാരണം? ലീൻ എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ്നെസ്. ലയ്യൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റായ സാധനം. അപ്പോൾ ഇതിന് ഹർഫു ലീൻ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഇവിടെ ഇപ്പോൾ ഈ വാവിന് പകരം ഒരു വേറെ അക്ഷരമെന്ന് വിചാരിക്കുക, കാഫായിരുന്നു വിചാരിക്കുക. ഉദാഹരണത്തിന് സുഖുബുൻ. സുഖുബുൻ എന്ന് പറഞ്ഞാൽ ഒരു തുള, ഒരു ഹോള് എന്ന് സുഖുബുൻ. അപ്പോൾ ഇവിടെ ഈ അവിടെ സു എന്നായി അല്ലേ? ആ ഫത്ഹല്ലല്ലോ. ഫത്ഹുള്ള വേറെ അക്ഷരം വേറെ ഇപ്പോൾ സാധനമാണെന്നില്ലല്ലോ, വേറെ ഏതക്ഷരം? അപ്പോൾ ഉദാഹരണത്തിന് അർലുൻ. അർലുൻ എന്ന് പറഞ്ഞാൽ ഫത്ഹാണ് ഫസ്റ്റത്തെ അക്ഷരത്തിന്, പിന്നെ അടുത്ത അക്ഷരത്തിന് സുക്കൂനാണ്. അർലുൻ എന്ന് പറയുന്നതാണോ സൗബുൻ എന്ന് പറയുന്നതാണോ എളുപ്പം? സൗബുൻ അല്ലേ? നിങ്ങൾ പറഞ്ഞു നോക്കി. അർലുൻ എന്ന് പറയുമ്പോഴാണോ നിങ്ങൾക്ക് സ്ട്രെയിന്, അതോ സൗബുൻ എന്ന് പറയുമ്പോഴാണോ? അർലുനാണ് എളുപ്പം. ഏതിനാണ്?
സൗബിനാണ്. എന്തുകൊണ്ടാണ്? അവിടെ ഈ വാവുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു ലീൻ, ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ബൈത്തുൻ. ബൈത്തുൻ എന്നുള്ളതിന് പകരം ഒരു യാന് സുക്കൂനുള്ളൊരു വാക്ക്, അല്ല അഫൻ, യാന് പകരം വേറെ അക്ഷരമായിരുന്നെങ്കിൽ, അപ്പം അർദൻ ആയിക്കോട്ടെ. അർദുൻ എന്ന് പറയുന്നതാണോ ബൈത്ത് എന്ന് പറയുന്നതാണ് എളുപ്പം? ബൈത്തല്ലേ? ബൈത്ത് എന്ന് പറയുന്നതല്ലേ? നിങ്ങൾ പറഞ്ഞു നോക്കി, അർദുൻ എന്ന് പറയുന്നതാണോ അതോ ബൈത്ത് എന്ന് പറയുന്ന എളുപ്പം? ആ യാ ഉള്ളതുകൊണ്ട് അതിനൊരു എളുപ്പമുണ്ട്. അതുപോലെ മാലുൻ എന്ന് പറയുന്നത് എളുപ്പമാണ്. അപ്പോൾ ഈ എളുപ്പമുള്ളത് കൊണ്ടാണ് അതിനെ ഹർഫുലീൻ എന്ന് വിളിക്കുന്നത്. ഇനി വേറൊന്ന് കുറച്ചും കൂടിയും എളുപ്പമുള്ളൊരു സംഗതിയുണ്ട്. ഈ സായിന് ഫതഹല്ലേ, അതിന് പകരം അവിടെ ദമ്മായിരുന്നെങ്കിൽ സൂമുൻ. സൂമുൻ എന്ന് പറയുന്നതാണോ സൗബുൻ എന്ന് പറയുന്നതാണോ എളുപ്പം? അർദിനെ നമ്മൾ വിട്ടു, അത് പ്രയാസമാണ്. സൂമാണോ സൗബാണോ എളുപ്പം? സൂമാണ്. അത് കുറച്ചുകൂടി നീളുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എളുപ്പം വരാൻ കാരണം അവിടെ? കാരണം ഈ വാവിന് യോജിച്ച ഹർക്കത്താണ് ദമ്മ് എന്ന് പറയുന്നത്, അല്ലേ? കാരണം ശരിക്കും പറഞ്ഞാൽ ദമ്മ് എന്ന് പറഞ്ഞാൽ വാവിൻ്റെ ഒരു കുട്ടിയാണ്. ഊ എന്ന് പറയാൻ നമ്മൾ വാവല്ല ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഊ എന്നുള്ളതാണ് ദമ്മ്. അത് ഊ എന്നാക്കിയാൽ വാവായി. വാവ് വലുതും അതിൻ്റെ ചെറുതാണ്. അങ്ങനെ എഴുതുന്നത് പോലും അതിൻ്റെ ഷേപ്പും അങ്ങനെയല്ലേ. അപ്പോൾ അവിടെ പറയാം എന്താണ്, ഇതിൻ്റെ തിയറി മനസ്സിലായത്? ഇത്രയും നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ വിശദീകരണമാണ്. നിങ്ങൾ കിതാബിൽ നോക്കി എങ്ങനെ ഉണ്ടാവുക? ഹർഫു ലീൻ എന്ന് പറഞ്ഞാൽ ഹർഫു ഇല്ലത്തിൻ സാക്കിനുൻ ഖബ്ലഹു ഹർഫുൻ മഫ്തൂഹ്. ഇത് ക്ലിയർ അല്ലേ? ഹർഫു ഇല്ലത്തിൻ സാക്കിൻ ഖബ്ലഹു ഹർഫുൻ മഫ്തൂഹ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് സൂമുൻ. അതുപോലെ മറ്റൊന്ന് ഖീല. ഖീല എന്ന് പറയാനാണോ ബൈത്തു എന്ന് പറയാനാണ് എളുപ്പം? ഖീലാണ്. എന്തുകൊണ്ടാണ്? യാവും കസറയും തമ്മിലൊരു ബന്ധമുണ്ട്. കസറ നീട്ടിയതാണ് യാ എന്ന് പറയുന്നത്. ഈ എന്ന് പറഞ്ഞാൽ കസറ, ഈ എന്ന് പറഞ്ഞാൽ യാ ആയി. അപ്പോൾ ആ ഹർക്കത്തായതുകൊണ്ട് എന്തായി? യാൻ്റെ മുമ്പ് കസറ വന്നതുകൊണ്ട് എളുപ്പം കുറച്ചുകൂടി കൂടി. അലിഫാണെങ്കിലോ അലിഫിൻ്റെ മുമ്പ് ഫത്തഹേ വരുള്ളൂ. അലിഫിൻ്റെ മുമ്പ് എപ്പോഴും ഫത്തഹേ വരുള്ളൂ. എന്തുകൊണ്ടാണ്? നമ്മളിവിടെ അലിഫ് എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ് അലിഫ് എന്ന് പറയുന്നത്. മലയാളത്തിൽ സാൻ്റെ ഹർക്കത്ത് എന്തൊക്കെ? ഫത്തഹ്, കസർ, ലമ്മ, അല്ലേ? ഇതിൽ ഈ ഫത്തഹിൻ്റെ ശേഷം ഇതിടാൻ പറ്റുമോ? അലിഫ്. ഇത് മലയാളത്തിലെ അലിഫാണ്. ഇതിനെവിടെ ഇടാൻ പറ്റുമോ? സാധനട്ട് പറയ്. പറ്റും. ഇതിന് ശേഷം ഇവിടെ ഇടാൻ പറ്റുമോ? ഇവിടെ പറ്റുമോ? പറ്റൂല. അപ്പോൾ അലിഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫത്തഹയ്ക്ക് ശേഷം വരുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അതെപ്പോഴും സുഖത്തിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് ഏതൊക്കെയെന്ന് വാക്കുകൾ? സൂമുൻ. കയ്യിലൊക്കെ പകരം നമുക്കൊരു ഇസ്മൻ എടുക്കാം, മാച്ച് ആയിക്കോട്ടെ. ഇങ്ങനെ ഈ എന്ന് പറയുന്നൊരു ഇസ്മ. ലീനുൻ തന്നെ എടുക്കാം. റീഹുൻ, സൂമുൻ, റീഹുൻ, മാലുൻ അല്ലെങ്കിൽ ജമാലുൻ. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇവിടെ നമ്മൾ പറഞ്ഞു ഹർഫ് ഇല്ല സാക്കിൻ ഖബ്ലഹു മഫ്തൂഹ്. ഇവിടെ ആണെങ്കിലോ ഹർഫ് ഇല്ല സാക്കിൻ ഖബ്ലഹു ഹറക്കത്തുൻ മുനാസിബ. അതിന് മുമ്പ് യോജിച്ച ഹർക്കത്ത് കിട്ടി, അവർക്ക് ഇഷ്ടപ്പെട്ട ഹർക്കത്ത് കിട്ടി. അങ്ങനെ ആകുമ്പോൾ സുഖം കുറച്ചുകൂടി കൂടി. ഈ സുഖം കൂടിയ അവസ്ഥക്കാണ് ഹർഫു മദ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി എളുപ്പത്തിന് വ്യക്തതക്ക് ഹർഫു ലീനിൻ വ മദ്. ലീന് പോരാഞ്ഞിട്ട് കുറച്ചുകൂടി അല്ലേ? ലീനില്ലായകുണ്ടോ? ഇതിൻ്റെ ആ ഒരു സുഖം ഇവിടെ നഷ്ടപ്പെടുന്നുണ്ടോ? സിയാദ കുറച്ച് പ്ലസ് അല്ലേ? അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ഹർഫു ലീനിൻ വ മദ്. ഇത് വളരെ എളുപ്പമാണ്, കുറച്ചും കൂടി നീട്ടാനുണ്ട് എന്ന് പറയും. ഇതിനെ ഹർഫു ലീൻ എന്ന് മാത്രം പറയും, മുമ്പിൽ ഫത്തഹും ശേഷം ഇല്ലത്തിൻ്റെ അക്ഷരം സുക്കൂനായിട്ട് വന്നാൽ. ഇനി സുക്കൂൻ ഇല്ലാത്ത ഇല്ലത്തിൻ്റെ അക്ഷരം വരുമ്പോൾ അതിനെന്താ പറയുക? ഹർഫ് ഇല്ല എന്ന് മാത്രം. അതിൻ്റെ അർത്ഥം ഇത് ഹർഫ് ഇല്ല അല്ല എന്നാണോ? അല്ല, ഇത് ഹർഫ് ഇല്ല മാത്രമേ ഉള്ളൂ. ഇത് ഹർഫ് ലീൻ മാത്രമേ ഉള്ളൂ. ഇത് ഹർഫ് അഫൻ. ഇത് ഹർഫ് ഇല്ല മാത്രമേ ഉള്ളൂ. ഇത് ഹർഫു ഇല്ലത്തിൻ വലീൻ അല്ലേ? സംസാരം മൊത്തം വരെ പറ്റിയല്ലേ? ഹർഫു ഇല്ലത്തിൻ വലീൻ. ഇത് ഹർഫു ഇല്ലത്തിൻ വലീനിൻ വമദ്. ഹർഫു ഇല്ലത്തിൻ വലീനിൻ വമദ്. ഇത് മനസ്സിലായോ? ഇതിപ്പോൾ തൽക്കാലം വലിയ യൂസൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിയുമ്പോൾ ആവശ്യം വരും. അപ്പോൾ എന്താണ് ഹർഫ് ഇല്ല എന്ന് കേട്ടാൽ
മനസ്സിലാണ് അലിഫ് വാവ് യാ ആണ്. എന്താണ് ഹർഫ് ലീ എന്ന് പറയുമ്പോൾ സൗബ് ബൈത്ത് എന്നുള്ളതാണ്. അതുപോലെ എന്താണ് ഹർഫ് മദ് എന്ന് പറയുമ്പോൾ സൂമുൻ, അതുപോലെ റീഹുൻ, ഈ പറഞ്ഞാണ് ഹർഫ് മദ് എന്ന് മനസ്സിലാക്കണം. അലിഫ് എപ്പോഴും എന്തായിരിക്കും? ഹർഫു ഇല്ലത്തിൻ വലിയനും മദ്ദായിരിക്കും. അതല്ലാത്ത ഒരു അവസ്ഥ അലിഫിനില്ല. ശരി, ഇനി നമുക്ക് സഹീഹ് മുഅത്തലിനെ പറ്റി കൂടുതൽ നോക്കാം. എന്താണ് സഹീഹ് മുഅത്തൽ എന്ന് പറഞ്ഞാൽ? സഹീഹ് എന്ന് പറഞ്ഞാൽ അതിൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളില്ല. ഈ അലിഫ് വാവ് യാ എന്നീ 3 അക്ഷരങ്ങളില്ലാത്ത ഫേലുകൾക്കാണ് സഹീഹ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് മൊത്തം ഫേലുകളെ അൽ അഫ്ആൽ അറബിയ, അറബിയിലുള്ള മൊത്തം ഫേലുകളെ നമുക്ക് വേർതിരിക്കാം. സഹീഹ് മുഅത്തൽ, സഹീഹ് മുഅത്തൽ എന്ന് വേർതിരിക്കാം. എന്താണ് സഹീഹ് എന്ന് പറഞ്ഞാൽ? ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളില്ല. അലിഫ് വാവ് യാ എന്നുള്ള 3 അക്ഷരം ഇല്ല. മുഅത്തൽ എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങൾ അതിലുണ്ടാവും. ഇനി സഹീഹിനെ തന്നെ വേർതിരിക്കുന്നുണ്ട്. സാലിം, മഹ്മൂസ്, മുദഅഫ്. എന്താണ് ഇതൊക്കെ? സാലിം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് സഹീഹാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ ഇല്ലത്തിൻ്റെ 3 അക്ഷരങ്ങൾ പറഞ്ഞല്ലോ, ഈ 3 അക്ഷരങ്ങളുടെ ഒരു 2 അനിയന്മാരുണ്ട് അവർക്ക്. അതാണ് ഒന്ന് ഹംസ. ഈ ഹംസ ഇടയ്ക്ക് അങ്ങോട്ട് മാറും. കണ്ടാൽ തന്നെ അലിഫിൻ്റെ ഒരു കട്ടുണ്ടല്ലോ ഹംസക്ക്. അലിഫിൻ്റെ വാവിൻ്റെ അതിൻ്റെ മുകളിലാണല്ലോ ഹംസ നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഹംസ ആ വകുപ്പിൽപ്പെട്ടതാണ്. അതുപോലെ മദ് ഷദ്, കട്ടി കൂട്ടുന്നത്. അതിന് കട്ടി കൂട്ടുന്നത് ചിലപ്പോൾ ഇല്ലാതാവും, ചിലപ്പോൾ വരും, പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഷദ്ദും അതുപോലെ തന്നെ ഹംസയും ഇവരെ കുടുംബക്കാരാണ്. അപ്പോൾ ഇതുമില്ല, അതായത് ഈ ഇല്ലത്തിൻ്റെ അക്ഷരവും ഇല്ല, ഹംസയും ഇല്ല, ഷദ്ദും ഇല്ല. അങ്ങനെയുള്ള വളരെ സാലിമായിട്ടുള്ള ഫേലുകൾ, അതാണ് അൽ ഫേലു സാലിം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കത്തബ. കത്തബയിൽ അലിഫ വാവ യാ ഉണ്ടോ? ഇല്ല. ഷദ്ദില്ല, ഹംസയില്ല, ഒന്നുമില്ല. അതിനാണ് സാലിം എന്ന് പറയാം. കത്തബ, ദഹബ, അങ്ങനെയുള്ള. അതുപോലെ ഈ സുലാസി മാത്രമാവണമെന്നില്ല. ഇപ്പോൾ സുലാസി അല്ലാത്തത് ഒക്കെ പ്രയാസമാണ് അല്ലേ? സുലാസി അല്ലാത്ത ഏതെങ്കിലും ഒരു സാലിമായ ഫെയില് പറയും, കിട്ടുമോ? ദഹ്റജ. ദഹ്റജയിൽ ദഹ്റജ ശരിയാണ്, അതേ ഉണ്ടാവുള്ളൂ. വസ്വസയിൽ വാവുണ്ട്. ഈ ഷദ് എന്ന് പറയുന്നത് ഇവിടെ പഠിക്കും. അത് ഷദ് 2 തരത്തിലുണ്ട്, ഇവിടെ പഠിക്കും. ജൽസല, 2 സാണ്ട്, ജൽസല, അത് മുദഅഫ. സാലിം. അടുത്തത് മഹ്മൂസ്. മഹ്മൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹംസ ഉണ്ട്. ഉദാഹരണത്തിന് അഖദ, അഖദ. അതുപോലെ സഅല. നമുക്ക് ഹംസ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് നോക്കാം. അഖദ, സഅല, ലാസ്റ്റ് ഹംസ ഉള്ള ഒരു പേര് ഖറഅ. അപ്പോൾ ഇതൊക്കെ എന്താണ്? മഹ്മൂസാണ്. അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും എല്ലാം നമ്മൾ ഫസ്റ്റിൽ ഹംസ ആക്കിയാൽ. അഖദ, സഅല, ഖറഅ. മുദഅഫ് ആണെങ്കിലോ? ഉദാഹരണം മുദഅഫ് 2 തരത്തിലുണ്ട്. ഒന്ന് മുദഅഫ് സുലാസി, രണ്ട് മുദഅഫ് റുബായി. എന്താ മുദഅഫ് സുലാസി എന്ന് പറഞ്ഞാൽ? സാധാരണ മുദഅഫ് ഖത്തല, ഗല്ലഖ, അത് ഐനുൽ ഫെയിലിന് ഒന്ന് ഇരട്ടിയാക്കും, ഐനുൽ ഫെയിലിനെ ഡബിളാക്കും. ഖത്തല, ഉദാഹരണം ഖത്തല. എന്നാൽ റുബായിൻ്റെ മുദഅഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ പോലെയുള്ള വസ്വസ, അതുപോലെ തന്നെ ജൽസല. അവിടെ ഐനുൽ ഫെയിലും അതുപോലെ രണ്ടാമത്തെ ലാമും, ഐനുൽ ഫെയിലും രണ്ടാമത്തെ ലാമും ഒന്നായിരിക്കും. അതായത് 4 റുബായിയ ഫെയിൽ എന്ന് പറഞ്ഞാൽ ഇതല്ലേ വസ്ന്? ഫഅലലല്ലേ? ഈ ഫഅലലയിലെ ഫാവും രണ്ടാമത്തെ ലാമും സെയിം ആയിരിക്കും. ഉദാഹരണം വസ്വസ. ഇതാണ് മുദഅഫ്. ഇതെന്താന്ന് മനസ്സിലായില്ലേ? മസീദ് ഇല്ല, മസീദാണെങ്കിലും ഇപ്പോൾ മസീദിൽ പക്ഷെ എന്താ വെച്ചാൽ മസീദാകുമ്പോൾ ഖത്തൽ മസീദാണ്.
റുബായി മുജറദ് വേറെ ഏതാ? അല്ല മസീദ് വേറെ ഇല്ല എന്നല്ലേ ചോദിച്ചേ. അഫല മഹ്മൂസായി അതൊക്കെ ഓൾറെഡി എന്തായിട്ടുണ്ടാവും, അതിനേക്കാളും കഷ്ടപ്പെട്ട അവസ്ഥയ്ക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഉദാഹരണത്തിന് ഇസ്തഗ്ഫറുണ്ട്, പോട്ടെ ഇസ്തഅ്സറ. ഞാനിപ്പോൾ മഹ്മൂസിൻ്റെ ഒരു ഉദാഹരണം ഏതാണെന്ന് വിചാരിച്ചത്. ഇസ്തഅ്സറ അവിടെ ഹംസ ഉണ്ട്, പക്ഷേ അതിലും വലിയ പിന്നെ ഇസ്തഅ്സറിൻ്റെ ഫസ്റ്റത്തതും അതും ഹംസ തന്നെയാണല്ലോ അല്ലേ? ശരിയാ. ഇഫ്ആല 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 എന്താണ്? ഇഫ്ആൽ എന്താണ്? ഇതിൽപ്പെട്ടതാണ്, സുലാസിയാണ്. കാരണം അതിൻ്റെ അത് ഇഫ്ആല അസ്ൽ എന്തായിരുന്നു? സുലാസി അല്ല, റുബായി മസീദ് ബി ഹർഫ് അല്ലേ? ഇഫ്അലിൻ്റെ ഒന്ന് കൂടിയതല്ലേ ഇഫ്ആല. അത് ഈ ഒരക്ഷരത്തിന് നേർക്കുനേരുള്ള ശബ്ദിനൊക്കെ ഇതിലാണ് പെടുക എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഞാൻ ഉറപ്പുവരുത്താം. ശബ്ദം ഉണ്ടെങ്കിൽ സുലാസിയാണ്. അല്ലാഹു അലം. മുദഅഫ് സുലാസി അതുപോലെ മുദഅഫ് റുബായി. അത് പോട്ടെ ഇൻഷാല്ലാ. ഇതിൻ്റെ ഇപ്പം സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം മനസ്സിലായല്ലോ, കത്തലയും വസ്വസയും. ബാക്കി ഇനി നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിലാണ് വിശദീകരിക്കുക. അപ്പോൾ ഞാൻ ഇൻഷാല്ലാ നോക്കിയിട്ട് പറഞ്ഞുതരാം. അടുത്തത് മുഅത്തൽ. മുഅത്തൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇന്ന്. എന്താണ് സഹീഹിൻ്റെ ഇനങ്ങൾ, എന്താണ് മുഅത്തലിൻ്റെ അൻവാഅകൾ, അത് മനസ്സിലാക്കുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ സാലിം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ അക്ഷരമില്ല, ഹംസയില്ല, ഷദ്ദില്ല. മഹ്മൂസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ അക്ഷരമില്ല, പക്ഷേ ഹംസ ഉണ്ടാവും. മുദഅഫ് എന്ന് പറഞ്ഞാൽ ഷദ്ദ് ഉണ്ടാവും. ഇത്ര ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. മുദഅഫിൽ ഷദ്ദ് ഉണ്ടാവും. ഇത്ര മനസ്സിലാക്കിയാൽ മതി തൽക്കാലത്തിന്. ഇനി മുഅത്തൽ കുറേ ഉണ്ട്. മുഅത്തലിൻ്റെ ഇനങ്ങൾ നോക്കാം നമുക്ക്. ഒന്ന് മിസാൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അക്ഷരം എല്ലാത്തിൻ്റെ അക്ഷരമായിരിക്കും, ഫസ്റ്റത്തെ അക്ഷരം. ഉദാഹരണം യബിസ, വഅദ, എളുപ്പമുള്ളത് വഅദ. ഫസ്റ്റത്തെ അക്ഷരം എല്ലാത്തിൻ്റെ അക്ഷരമല്ലേ, വാവ്. അപ്പോൾ ഇത് മിസാലാണ്. ഇതിന് മിസാൽ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? മിസാൽ എന്ന് പറയാൻ കാരണം ഇത് സാലിമിനെ പോലെ തന്നെ ആയിരിക്കും. അതായത് നമ്മളിത് പഠിക്കുന്നതിന് ഒരു പ്രാക്ടിക്കലായിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പറയും. ഇന്ന് എൻ്റെ ഇൻഷാല്ലാ സമയം ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവും സാലിമിൻ്റെ അതേപോലെയാണ്. ഇതിന് പ്രശ്നമില്ല. അത് മുഅത്തലിലാണെങ്കിലും ആ മുഅത്തലിൻ്റെ കുഴപ്പങ്ങൾ ഇതിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് മിസാൽ. രണ്ടാമത്തത് അജ്വഫ് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ലേ? ജൗഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൾഭാഗം. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് എല്ലത്തുള്ളത്. അപ്പോൾ ഐനുൽ ഫിഅലിലാണ് എല്ലത്തുണ്ടാവുക. ഐനുൽ ഫിഅൽ. ഉദാഹരണം പറയും, സിമ്പിളല്ലേ? കാലൻ്റെ എല്ലത്തിൻ്റെ അക്ഷരം ഏതാണ്? ഐനല്ലേ? വേറെ ഉദാഹരണം സ്വാമ, ജാ. അലിഫല്ലാത്ത വേറെ വാവുള്ള ഉദാഹരണം പറയും. കീല. അത് സുലാസിനാവണമെന്നില്ല. ഇപ്പോൾ ഇസ്തഖാമൻ്റെ അതുകൊണ്ടാണ് ഐനുൽ ഫിഅൽ എന്നത്. രണ്ടാമത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നടുവത്തെ അക്ഷരം എന്നൊക്കെ പഠിച്ചാൽ അവിടെ പ്രശ്നമാവും. സുലാസിൻ്റെ അപ്പുറത്തുള്ളത് ഇസ്തഖാമ എന്നുള്ളത് അജ്വഫാണ്. എന്തുകൊണ്ടാണ്? അത് ഇസ്തഫ്അല വസ്നാണ് അല്ലേ? അതിൻ്റെ ഐനുൽ ഫിഅൽ എന്താണ്? ആ അലിഫാണ് അതിൻ്റെ ഐനുൽ ഫിഅൽ. അതാണ് മീസാൻ പഠിച്ചാലുള്ള ഗുണം. ഇനി അടുത്തത് ലാസിത്തെ അക്ഷരം എല്ലാത്തിൻ്റെ അക്ഷരം എന്ത് പറയാം? മിസാൽ, അജ്വഫ്, നാഖിസ്. ഉദാഹരണം റമ. ലാസ്റ്റ് അക്ഷരം എന്താ അതിൻ്റെ? റമ എന്നുള്ള വാക്കിൽ ലാസ്റ്റ് അക്ഷരം എന്താ? അലിഫാണ് അല്ലേ? ഇത് അലിഫാണ്. അലിഫ് രണ്ട് തരത്തിലുണ്ട്. അലിഫുൻ ഖായിമ, അതുപോലെ അലിഫുൻ നായിമ. നിൽക്കുന്ന അലിഫുണ്ട്, കിടക്കുന്ന അലിഫുണ്ട്. ദഅ, റമ, ഇത് രണ്ടും അലിഫ് തന്നെയാണ് അവസാനം. അതെന്താണ് വ്യത്യാസം? എപ്പോഴാണ് ഇങ്ങനെ എഴുതുക, എപ്പോഴാണ് തിരിച്ചെഴുതുക എന്നുള്ളത് അത് ഇൽമുൽ ഇംല എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇൽമുണ്ട്, എഴുത്തിൻ്റെ നിയമങ്ങൾ പറയുന്നത്. അതിൽ പഠിക്കും. അത് സർഫായിട്ട് നല്ല ബന്ധമുണ്ട്. ശരി, ഇനി അടുത്തത് ലഫീഫ്. എന്താ ലഫീഫ് എന്ന് പറഞ്ഞാൽ?
ഇപ്പോൾ നമുക്ക് ഫസ്റ്റും നടുവിലും ലാസ്റ്റും കഴിഞ്ഞ്. അപ്പോൾ ലഫീഫ് എന്താണ്? ലഫീഫ് 2 അക്ഷരങ്ങളുണ്ടാവും ഇല്ലത്തിൻ്റെ. ലഫീഫ് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് ലഫീഫുൻ മഫ്റൂഖ്. ലഫീഫ് മഫ്റൂഖ് എന്ന് പറഞ്ഞാൽ 2 അക്ഷരമുള്ളത് 2 അറ്റത്താണ്, നടുവിൽ വേറൊരു അക്ഷരമുണ്ട്. ഉദാഹരണത്തിന് വക്ക, സംരക്ഷിച്ചു എന്നുള്ളതിന് വക്ക യക്കി എന്ന് പറയും. അപ്പോൾ വക്ക എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെ ഇല്ലത്തിൻ്റെ അക്ഷരമുള്ളത്? വാവുണ്ട്, അലിഫുണ്ട്, നടുവിലൊരു കാഫുണ്ട് അല്ലേ. അതാണ് ലഫീഫ് മഫ്റൂഖ്. അവരെ പരസ്പരം പിരിച്ചു വെച്ചിരിക്കുകയാണ്, പരസ്പരം അകറ്റി നിർത്തിയിരിക്കുകയാണ് ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളെ. രണ്ടാമത്തത് ലഫീഫുൻ മജ്മൂ. ഉദാഹരണം മക്റൂനാണല്ലേ. ഉദാഹരണം വാഫക. അസ്ലി അക്ഷരം വേണമെന്ന് സംശയമുണ്ട്. റാ ഹംസ അല്ലേ? ഞാൻ നോട്ടിൽ വക്ക ഹവ കറക്റ്റ്. വേറെ വാവുണ്ട്, അലിഫുണ്ട്. തൊവ പറഞ്ഞാൽ മടക്കി. ഷവ. ദഹലല്ലോ, ഹാലെ. 2 എല്ലത്തിൻ്റെ അക്ഷരം വേണ്ട. അത് ആവശ്യത്തിനുള്ളത് ആയിട്ടുണ്ട്. തൊവ ഉണ്ടല്ലോ, ഒന്ന് കിട്ടിയാലും മതി നമുക്ക്. അപ്പോൾ ഇത്രയാണ് മുഅത്തലിൻ്റെ അൻവാകൾ. ഇത് എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? ഇതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. കാരണം ഈ പേരുകൾ ഇനി ഉപയോഗിക്കും അടുത്ത കായികകളൊക്കെ പറയുമ്പോൾ. പിന്നെ നാക്കിസാണെങ്കിൽ ഇങ്ങനെ, മറ്റേതാണെങ്കിൽ ഇങ്ങനെ എന്ന് പറയും. അപ്പോൾ ഈ പേരുകൾ പരിചയം ഉണ്ടാവണം. സിമ്പിളാണ്. സാലിം എന്ന് പറഞ്ഞാൽ ഇല്ലത്തുമില്ല, ഹംസയില്ല, ഷദ്ദുമില്ല. മഹ്മൂദിൽ ഹംസ ഉണ്ടാവും, മുദാഅഫിൽ ഷദ് ഉണ്ടാവും. പിന്നെ മിസാൽ ഫസ്റ്റ്, അജൂഫ് ഐനുൽ ഫേല്, നാക്കിസ് ലാമുൽ ഫേല്, ലഫീഫ് 2 തരത്തിൽ. മഫ്റൂഖ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അവസാനത്തെയും. മക്റൂൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ 2, ഐനും ലാമും ഇല്ലത്തിൻ്റെ അക്ഷരം. ഇത് ക്ലിയർ അല്ലേ? ഏത്? സഹീഹിൻ്റെ ലാസ്റ്റത്തെ മുദഅഫ് എന്ന് പറഞ്ഞാൽ ഷദ്ദുള്ള ഫേലുകൾ. ഇപ്പോൾ ഖത്തല, ഗല്ലക, ജറഹ, ഇതൊക്കെ കദ്ദബ ഷദ്ദുണ്ടല്ലോ. അതിനെ തന്നെ 2 ആയി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് നേർക്ക് നേരെ ഷദ്ദായിരിക്കും. രണ്ടാമത്തേത് ഫാവും അതുപോലെ ഫസ്റ്റത്തെ ലാമും. ഫഅലലുണ്ടല്ലോ, അതിൻ്റെ ഫാവും ഫസ്റ്റത്തെ ലാമും. അപ്പോൾ ഇവിടെ വസ്വസ എന്ന് പറയുമ്പോൾ വാവിന് ശബ്ദമൊന്നുമല്ല, പക്ഷേ ഫസ്റ്റത്തെ അക്ഷരവും ഈ 3ാമത്തെ അക്ഷരവും ഒന്നാണല്ലോ. അതിനും ഫാ ഇതല്ലേ. അത് സ്ഥലം മാറിയിട്ടുണ്ട്. ഇത് അങ്ങോട്ടാണ് അരമാർക്ക് വേണ്ടിയത്. ഓക്കെ, തേർഡ്. അത് 2ഉം തെറ്റിയിരുന്നു. അപ്പം അല്ല, ഇങ്ങനെ. ഇത് ക്ലിയർ അല്ലേ? ഇനി ഇതിൽ ചെറിയൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഫാ ഇല്ലത്താവില്ല. ഫാ സഹിഹായ ഒരു അക്ഷരമായിരിക്കും. ഹംസാവ സഹിഹായ ഒരു അക്ഷരമായിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2 കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ തസ്രീഫുൽ അഫ്ആൽ നമ്മൾ മാദി മുദാരി അമർ പഠിച്ചപ്പോൾ മാദി മുദാരി അമറിൻ്റെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ഒന്ന് മാദിയുടെ തന്നെ ടേബിളുകൾ പഠിച്ചു, അതിൻ്റെ ഫായിൽ മാറുന്നതനുസരിച്ച് എങ്ങനെയായിരിക്കും ഫാലു എന്നുള്ള. അതുപോലെ മുദാരിൻ്റെയും അമറിൻ്റെയും പഠിച്ചു. രണ്ടാമത്തെ കാര്യം മാദിനെ എങ്ങനെ മുദാരിയാക്കാം, മുദാരിനെ എങ്ങനെ അമറാക്കാം, ഇത് പഠിച്ചു. ഈ 2 കാര്യങ്ങളാണല്ലോ നമ്മളവിടെ പഠിച്ചത്. അതുപോലെ ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതിൽ സ്വഹീഹ് മുഅത്തലിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ നമ്മൾ സ്വഹീഹ് മുഅത്തലിനെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല. സ്വഹീഹ് എന്താണ്, മുഅത്തൽ എന്താണെന്ന് മനസ്സിലാക്കി, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ 2 കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ച ആ 2 കാര്യങ്ങളുടെ തന്നെ തുടർച്ചയാണ്. അവിടെ നമ്മൾ പഠിച്ച 2 കാര്യം, ഒന്നാമത്തെ എന്തായിരുന്നു? ഈ ഓർഡർ മാറ്റിയിട്ടോ, മാദി മുദാരി അങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നത്, അത് ഫസ്റ്റും. ലമീറിൻ്റെ കാര്യം രണ്ടാമത് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് മാദിനെ മുദാരിയാക്കുക, മുദാരിനെ അമറാക്കുക അല്ലേ. അപ്പോൾ ഈ മാദി മുദാരിയൊക്കെ ആക്കുമ്പോൾ, മാദിനെ മുദാരിയൊക്കെ ആക്കുമ്പോൾ ഇതിൽ ചില ആൾക്കാർക്ക് ചില
കുഴപ്പങ്ങൾ വരും. ഉദാഹരണം പറയാം. ഒരു മിസാലായിട്ടുള്ള ഫെയിലാണ് വഅദ അല്ലേ. സാധാരണ നമ്മൾ ഫഅല എന്നുള്ള വസ്നിനെ മുളാരിയാക്കുമ്പോൾ എന്തായിരുന്നു? ഫഅല യഫ്അലു വരും, യഫ്ഉലു വരും, യഫ്ഇലു വരും. ഉദാഹരണം കതബ യക്തുബു. ഫഅല യഫ്ഇലു വസ്നാണെങ്കിലോ ഒരു ഉദാഹരണം പറയും. ഫഅല യഫ്ഇലുവിന് ഫഅല യഫ്ഇലു ളറബ യദ്രിബു. ഒന്നാമത്തെ ബാബല്ലേ? അല്ല, രണ്ടാമത്തെ ളറബ യദ്രിബു അല്ലേ? അങ്ങനെയാണ് വരേണ്ടത്. ആ ളറബ യദ്രിബു ബാബിൽപ്പെട്ട ആളാണ് ഈ വഅദ. പക്ഷെ വഅദൻ്റെ മുളാരി എന്താണ്? ളറബ യദ്രിബു ആയതുകൊണ്ട് എങ്ങനെയായിരുന്നു വരേണ്ടിയിരുന്നത്? വഅദ യവ്ഇദു ആയിരുന്നു. പക്ഷെ എന്താണ് ശരിക്ക്? ഖുർആനിൽ ഇഷ്ടം പോലെ അല്ലേ, അശ്ശൈത്വാനു യഇദുക്കുമുൽ ഫഖ്റ യഇദുഹും വയുമന്നീഹിം, ഇഷ്ടം പോലെ സ്ഥലത്തുണ്ട്. അപ്പോൾ വഅദൻ്റെ മുളാരി യഇദു ആണ്. അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച ഈ മാദി മുളാരി കൺവേർഷൻ അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ വിലങ്ങുതടിയായി നിൽക്കുന്ന ആൾക്കാരാണ് ഇവർ, മുഅത്തല്ലുകൾ. അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകം പഠിക്കണം, എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങളെന്നുള്ളത്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം, എന്തൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് രണ്ടാമത് പഠിക്കുന്ന കാര്യം അല്ല, അത് മാദി മുളാരിൻ്റെ വിഷയം. പിന്നെ നമ്മൾ ഇതിൽ പഠിച്ചത് എന്തായിരുന്നു? മാദി മുളാരിൻ്റെ ഈ ടോപ്പിക്കിൽ പഠിച്ച രണ്ടാമത്തെ വിഷയം എന്തായിരുന്നു? ളമീറുകൾ. ഇപ്പോൾ ഫഅല തന്നെ ചെയ്ത ആൾ മാറുന്നതനുസരിച്ച് ഫഅല, ഫഅലു, ഫഅലത്തൊക്കെ ആയി മാറുന്നുണ്ടല്ലോ. അങ്ങനെ മാറുന്ന സമയത്തും ഇവർക്ക് ചില പ്രശ്നങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് റമ എന്നുള്ളത് സാധാരണ ഇപ്പോൾ ഫഅലൻ്റെ കൂടെ ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ എന്തായെന്ന് പറയൽ? ഫഅൽതു. പക്ഷെ റമ എന്ന് പറഞ്ഞാലോ റമാത്തു എന്നാണോ? അല്ല, റമയിത്തു ആണ്. ഇപ്പോൾ അവിടെ വ്യത്യാസം വന്നല്ലോ. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ ഈ മാദി മുളാരി ആക്കുമ്പോഴും അതുപോലെ പിന്നെ ളമീർ ചേർത്തുകൊണ്ട് വ്യത്യസ്ത രൂപങ്ങളിലേക്ക് മാറ്റുമ്പോഴും ഫായിലിനനുസരിച്ച് മാറ്റുമ്പോഴും മുഅത്തല്ലായ ഫെയിലുകൾ ചില പ്രതിഷേധങ്ങൾ കാണിക്കും, ചില വ്യത്യാസങ്ങൾ കാണിക്കും. അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ നോട്ടിലുണ്ടായിരുന്നു, പക്ഷേ സമയമില്ല. പക്ഷേ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ രണ്ടും ഒന്നിച്ച് എടുക്കാം. റമയ ആസിലിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടി വരും. മറ്റൊടുത്ത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. സ്വഹീഹായിരുന്നെങ്കിൽ അല്ലെ സാലിമായിരുന്നെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ള ടോപ്പിക് ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ തൽക്കാലം നിർത്താം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നാമ എന്താണ്? ഏതാണ് ഇതിൽ പെടുക? ഇതിലേത്? അജ്വഫ് അല്ലേ? അപ്പോൾ നാമ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഫഅല വസ്നിൽപ്പെട്ടതാണ് അല്ലേ, നവമ. അതിൻ്റെ മുളാരി എങ്ങനെയാണ് വരേണ്ടിയിരുന്നത്? അത് ഏത് ബാബാണ്? യഫ്അലു ആണ്. ഫഅല യഫ്അലു. അപ്പോൾ നവമ യൻവമു ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ എന്താണ് വന്നത്? യൻവമു ആയിരുന്നു, പക്ഷേ യനാമാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ ളമീർ വരുമ്പോഴുള്ള വിഷയം. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. പക്ഷേ അത് ഈ മുദഅഫിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടി കൺഫേം ചെയ്യാം അടുത്ത ആഴ്ച. ക്ലിയർ അല്ലേ? എന്നാൽ ഓഫ് ആക്കാം. സുബ്ഹാനക്കല്ലാഹ്.